ഹലോ വെൽക്കം ടു വർണാസ് കിച്ചൺ ടേൽസ്. സ്റ്റാർട്ടർ റെസിപ്പി ആയിട്ടും അല്ലാതെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെമ്മീൻ സ്റ്റിക്കാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഒപ്പം ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ഒരു 10-12 ചെമ്മീൻ എടുത്തിട്ടുണ്ട്. മീഡിയം സൈസ് ഉള്ളതാണ് ഞാൻ എടുത്തേക്കുന്നത്. അത് നന്നായി ക്ലീൻ ചെയ്യുക. അതേപോലെ തന്നെ അതിലുള്ള നൂലൊക്കെ വലിച്ച് കളഞ്ഞിട്ട് വേണം ക്ലീൻ ചെയ്യാൻ. പിന്നെ നമുക്ക് വേണ്ടത് ഈർക്കിലോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ ആണ്. നമുക്ക് ഈ ടൂത്ത് പിക്കിലേക്ക് ഓരോ ചെമ്മീനും കോർത്തെടുക്കണം. ഈ ചെമ്മീൻ ഇങ്ങനെ റൗണ്ടായിട്ടാണ് കിടക്കുക. അതേ രീതിയിൽ തന്നെ പിടിച്ച് വേണം ഈ സ്റ്റിക്കിലേക്ക് ഇത് കോർത്തെടുക്കാൻ. അതിനുശേഷം ഇതൊന്ന് പതിയെ വിടർത്തി കൊടുക്കുക. ചെമ്മീനൊന്നും ഉടഞ്ഞു പോവാതെ ചെയ്തെടുക്കാൻ നോക്കുക. ഞാനിപ്പോൾ മുഴുവൻ ചെമ്മീനും ഈ സ്റ്റിക്കിലേക്ക് കോർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്യണം. അതിനാവശ്യമായ ഉപ്പ്, മഞ്ഞൾപ്പൊടി നന്നായി സ്പ്രെഡ് ചെയ്ത് തന്നെ ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ഓപ്ഷണലാണ്, പിന്നെ 1 ടീസ്പൂൺ വിനെഗർ. ഇത്രയും ചേർത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇതിൽ കുഴച്ച് മാരിനേറ്റ് ചെയ്ത് എടുക്കണം. ഇനി നമുക്കിതൊരു 1 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അപ്പോഴേ ഈ ഉപ്പും മുളകും ഒക്കെ ഇതിലേക്ക് നന്നായിട്ട് പിടിക്കുള്ളൂ. അത്രയും സമയം ഇല്ലെങ്കിൽ ഒരു അരമണിക്കൂർ എടുത്തിട്ട് ഇത് ഫ്രിഡ്ജിൽ വെക്കുക. അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാം. ഈ രീതിയിൽ തന്നെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ട ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇത് 3 ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രംസ് ആണ്. അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മൈദ കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം, നിർബന്ധമില്ല. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതിൽ ഉപ്പും മുളകും ഒക്കെ എല്ലാ ഭാഗത്തും നന്നായിട്ട് എത്തണം. എന്നിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. 1 മുട്ട ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഏകദേശം 1 ടീസ്പൂണിനടുത്ത് പെപ്പർ പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞു. ചെമ്മീനിൽ നന്നായിട്ട് ഉപ്പും മുളകൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് എടുത്തിട്ട് മുട്ടയിലൊന്ന് മുക്കിയെടുക്കുക. അതിനുശേഷം ഈ ബ്രെഡ് ക്രംസ് വെച്ച് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ഒന്നെങ്കിൽ ഓരോന്നായിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം, അതല്ലെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കാം. എല്ലാം കൂടി ബ്രെഡിൻ്റെ പൊടിയിലിട്ട് കോട്ട് ചെയ്തെടുത്താൽ മതി. എക്സ്ട്രാ പൊടി അങ്ങ് തട്ടിക്കളയാം. അപ്പോൾ അത് റെഡിയായി. ഇനി ഒരു 10 മിനിറ്റ് ഇതവിടെ ഇരുന്നോട്ടെ. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ എണ്ണയൊക്കെ റെഡിയാക്കി വെക്കാം. അപ്പോൾ ഞാനൊരു പാനിലേക്ക് സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. നമ്മളിത് ഡീപ്പ് ഫ്രൈ ആണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അതിനാവശ്യമായിട്ടുള്ള ഓയിൽ വേണം. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നാൽ തീ ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് നമുക്ക് ഓരോ സ്റ്റിക്കായിട്ട് ഇട്ട് കൊടുക്കാം. ചെമ്മീൻ കുക്കാവാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയമൊന്നും എടുക്കില്ല, പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും. ഒരു സൈഡ് തന്നെ വെച്ചിരുന്നാൽ ചെമ്മീൻ വല്ലാതെ ബ്ലാക്ക് കളറിലേക്ക് പോവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ നോക്കുക. അപ്പോൾ നമ്മുടെ ചെമ്മീൻ സ്റ്റിക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. ചെമ്മീൻ നന്നായി ഫ്രൈ ആയി കിട്ടി. നമുക്ക് ഓരോന്നായിട്ട് പാത്രത്തിലേക്ക് മാറ്റാം. എണ്ണ ഒന്ന് ചെറുതായിട്ട് കുടഞ്ഞു കൊടുത്തതിന് ശേഷം മാത്രം എടുത്തു വയ്ക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. ബൈ.